ഇന്ന് വീണ്ടും നമസ്കാരം. ഞാൻ ഡോക്ടർ രാജു കെ ബേബി. ഏതാണ്ട് പ്രയർ ക്ലിനിക് എന്ന് പറയുന്ന തൃക്കണമംഗൽ കൊട്ടാരക്കര പ്രയർ ക്ലിനിക്ക് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാ രോഗത്തിനും ചികിത്സ കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും ഇതുവരെയും എന്നെ സഹായിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും കമൻറ്റുകളൊക്കെ വിട്ട് ഫോൺ ചെയ്യുകയും ഒക്കെയും ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നേസൽ ബോൺ ഫ്രാക്ചറിനെ കുറിച്ചാണ്. മൂക്കിന്റെ എല്ല് സാധാരണഗതിയിൽ പറഞ്ഞു വരുന്നത് ഏറ്റവും കൂടുതൽ തകരുന്നത് ബോക്സിങ്ങിന്റെ ഇടയിലാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫ്രാക്ചർ ഉണ്ടാകുന്നത് ഫേഷ്യൽ ബോൺസിൽ ഏറ്റവും കൂടുതൽ ഫ്രാക്ചർ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഈ ബോക്സിംഗ് ആണ് കാരണമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ബോക്സ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് മൂക്കിൽ കൂടെ രക്തം വരികയൊക്കെ ചെയ്യും. അതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് മൂക്കിന് നല്ല വേദന. നമ്മുടെ നാട്ടിൽ നേസൽ ബോൺ ഫ്രാക്ചർ ഒട്ടും കുറവല്ല. കാരണം നമ്മുടെ നാട്ടിൽ മൂക്കിലിട്ടിടിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ആൾക്കാർക്ക് വിനോദകരമായിട്ടുള്ളൊരു കാര്യമാണ്. മൂക്കിലിട്ട് ഇടിച്ചു കൊടുത്താൽ അവന്റെ മൂക്കിന്റെ ഷേപ്പ് മാറും, അങ്ങനെ മുഖത്തിന്റെ ഷേപ്പ് മാറും, ചിലപ്പോൾ തിരിച്ചു മാറി നിൽക്കുന്നിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ബ്ലീഡിങ് വരും, മൂക്കിന്റെ ഡിഫോമിറ്റി ഒരു സൈഡിലോട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനടുത്ത് ചെയ്യുന്നത് എക്സ്റേ എടുക്കുകയാണ്. എക്സ്റേ എടുത്ത് ലാറ്ററൽ വ്യൂ എടുക്കുക. അത് PNS വ്യൂ അല്ല എടുക്കുന്നത്, ലാറ്ററൽ വ്യൂ ആണ് എടുക്കുന്നത്. നോസിന്റെ ലാറ്ററൽ വ്യൂ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും, ചിലപ്പോൾ ഒരു ചെറിയ ഫ്രാക്ചർ കാണും. അത് അൺഡിസ്പ്ലേസ്ഡ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനില്ല. എന്നാൽ ഡിസ്പ്ലേസ്ഡ് ആണെങ്കിൽ ലോക്കലിൽ തന്നെയാണ് എടുക്കണത്. കാരണം ലോക്കലൊക്കെ മതിയാകും. നമ്മുടെ ആഷ് ഫോഴ്സെപ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സെപ്സ് ഉണ്ട്, അതുപോലെ S ഫോഴ്സെപ്സ് എന്ന് പറഞ്ഞ വേറൊരു ഫോഴ്സെപ്സ് ഉണ്ട്. ആ രണ്ട് ഫോഴ്സെപ്സും നമ്മുടെ രണ്ട് സൈഡിലോട്ടും ഈക്വൽ ഡയറക്ഷനിൽ പിടിക്കുകയാണെങ്കിൽ ഈ മൂക്കിന്റെ എല്ലാം സാധാരണഗതിയിലേക്ക് വരും. എന്നാൽ ആഷ് ഫോഴ്സെപ്സ് ഉപയോഗിച്ച് നമ്മൾ സെപ്റ്റം കറക്റ്റ് ചെയ്യണം. ഈ സെപ്റ്റം കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും വിധത്തിലുള്ളതായിട്ടുള്ള ഡിഫോമിറ്റി തോന്നിയാണെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ സെപ്റ്റോപ്ലാസ്റ്റിയും കൂടെ ചെയ്യണം. ഇല്ലെങ്കിൽ വീണ്ടും അത് റിക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നോസിൽ തടസ്സം വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന കേസുകൾ ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ ചെറിയ ലൈറ്റ് ബാക്കിങ് ഇതിന് ശേഷം ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിന് ശേഷം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ ഷേപ്പ് ഏതാണ്ട് ഒരുമാതിരി ഇരിക്കും, കറക്റ്റായിട്ടിരിക്കും. ഒരാളുടെ ഷേപ്പ് അതുപോലെ ഇരിക്കത്തുള്ളൂ. പുതുതായിട്ടൊന്നും നല്ല രീതിയിലൊന്നും നല്ല വലിയ സൗന്ദര്യ രീതിയിലൊന്നും വരത്തൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഷേപ്പ് മാറി നമ്മുടെ മുഖം ഒരു നല്ല ഷേപ്പ് വരണമെങ്കിൽ ഈ ഫോഴ്സെപ്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം. അത് ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതാണ് ഏറ്റവും റിക്കവറിക്കൊക്കെ നല്ലത്. ജനറൽ അനസ്തീഷ്യയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എക്സ്പെൻസൊക്കെ വളരെ കൂടും. അതുകൊണ്ട് ഈ നേസൽ ബോൺ ഫ്രാക്ചറിൻ്റെ റിഡക്ഷൻ വളരെ എളുപ്പമാണ്. അത് ചെയ്യാനായിട്ട് അത് ചെയ്യേണ്ട ആവശ്യമുള്ള സമയത്ത് ചെയ്യുക. എന്നെ കേട്ട എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. അതുമാത്രമല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. എൻ്റെ ഫോൺ നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ തയ്യാറാണ്. അതിൽ കൂടെ നിങ്ങളെ വിളിച്ച് എന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.